ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉള്ളിൽ നിന്ന് തന്നെ ചോദിച്ചതാണ്. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കാസർഗോഡ് എല്ലായിടത്തും പെട്ടെന്ന് ഹൈവേയുടെ പണി നടക്കുന്ന കാരണം എല്ലായിടത്തും പെട്ടെന്നൊരു വെള്ളക്കെട്ട് ആയി. ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല എന്നൊക്കെ ഞാൻ ഇപ്പം തന്നെ ന്യൂസിൽ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ അതുകൂടി ആഡ് ചെയ്തത്. കാസർഗോഡ് ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സേഫ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളവർ വെള്ളക്കെട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി കാരണം അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മളെ എഫക്റ്റ് ചെയ്യാത്തോടത്തോളം കാലം നമുക്കതിൻ്റെ ഭീകരതയും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളെപ്പോഴും ചിൽ മൂഡായിരിക്കും. കാരണം നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ വീഡിയോസ് കാണുന്നവരും ബന്ധുക്കളും ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഇരയായിട്ട് ഉള്ളത് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ടാവും. എനിക്ക് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കിണറ്റിൽ വെള്ളമില്ലാതെ നമ്മളൊരു കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. വീട്ടിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇവിടുന്ന് കാലൊക്കെ എനിക്ക് പുറത്തിറങ്ങിയിട്ട് കാല് നനയുമ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെല്ലാവരും സേഫ് ആണോ ഓക്കെ ആണോ എന്നുള്ളത്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കേട്ടോ. എൻ്റെ വീട് തൃശ്ശൂരാണ്, ഒല്ലൂർ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു ഇത് കേട്ടു. അത് എന്താണെന്ന് അറിയില്ല. ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും മലപ്പുറത്ത് ആ ഒരു ഇത് വീണില്ലേ, ഇത് ശരിയാവാണ്ട് പാടത്തി കൂടെ പണിതിട്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഡ്രെയിനേജ് സിസ്റ്റം ശരിയല്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അനുഭവപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ന്യൂസിൽ. നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാണെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ് സുഹൃത്തുക്കളെ, ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരു സൈക്ലിംഗ് വ്ളോഗർ ആയ എൻ്റെ സിറ്റ് ഔട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറയൂ. ആകെ കൂടി ഒരു പമ്പുണ്ട്. ഇതടിക്കാനുള്ള സൈക്കിളുകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ, നമുക്ക് പുതിയ സൈക്കിൾ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങണം. അതാണ് നമ്മുടെ ഉപജീവന മാർഗം. നമുക്ക് സൈക്കിൾ ഇല്ലാതെ വീഡിയോസ് ചെയ്യാൻ പറ്റില്ല. സൈക്കിൾ ഇല്ലാത്ത വീഡിയോസ് ആരും കാണില്ല. സോ നമ്മളെ കാണുന്നത് എപ്പോഴും ഒരു സൈക്ലിംഗ് ഇന്തൂസിയാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ സൈക്കിൾ ഇല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 ലക്ഷം രൂപയ്ക്ക് താഴെ ഉള്ള സൈക്കിളുകളാണ്. 2 ലക്ഷം രൂപയ്ക്ക് താഴെ ഏതൊക്കെ സൈക്കിളുകളാണെന്ന് ഞാൻ നോക്കിയപ്പോൾ 2 ബ്രാൻഡുകളാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഒന്ന് മാരിൻ, അതുപോലെ തന്നെ പോളിഗൺ. ഈ 2 ബ്രാൻഡുമാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. 1,80,000 രൂപയാണ് മാരിൻ റിഫ്റ്റ് സോണൊക്കെ വരുന്നത്. മാരിൻ്റെ റിഫ്റ്റ് സോൺ 2 അങ്ങടാന്ന് തോന്നുന്നുണ്ട്. 1,80,000 രൂപ. നമ്മൾ കഴിഞ്ഞ ദിവസം UBCയിൽ പോയിട്ട് എറണാകുളത്ത് പോയി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ. കാരണം നമുക്ക് EMI ആയിട്ട് ഇടേണ്ടി വരും. ഇതിൻ്റെ ഫുൾ എമൗണ്ട് 1.5 ലക്ഷം 2 ലക്ഷം എൻ്റെ കയ്യിൽ എടുക്കാനില്ല. അപ്പോൾ EMI ആയിട്ടായിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക. അപ്പോൾ പകുതി എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ EMI ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷനും കാര്യങ്ങളും എനിക്കറിയില്ല. സോ സ്റ്റിൽ മാരിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് പേഴ്സണലി നല്ലോണം അറിയാവുന്നതാണ്. കാരണം നമ്മൾ മാരിൻ്റെ ഒരു സെൻക്യൂട്ടിൻ 1 ആയിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. സോ സ്റ്റിൽ പോളിഗണിൻ്റെ കേസിൽ വരാണെങ്കിൽ പോളിഗണിൻ്റെ ബൈക്ക് എനിക്ക് പേഴ്സണലി ബ്രാൻഡിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ എഫോർഡബിൾ ആണ് ബൈക്ക് വരുന്നത് കേട്ടോ. വളരെ എഫോർഡബിൾ ആണ് ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് പേഴ്സണലി പോളിഗണിനോട് അത്രയ്ക്ക് അങ്ങോട്ട് അഗാധമായ ഒരു 95% ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ പോളിഗണിൻ്റെ ഇതിൽ. ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല പോളിഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. ബട്ട് സ്റ്റിൽ അവിടെ എഫോർഡബിലിറ്റി എന്നുള്ളൊരു കാര്യം വരുമ്പോൾ എനിക്ക് പോളിഗൺ പരിഗണിക്കേണ്ടി വരും. പോളിഗൺ പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗണിൻ്റെ T7, D7, D5, D6 അതുവരെയൊക്കെയാണ്. പോളിഗണിൻ്റെ D7, D6, D7 പിന്നെ T7 ഈ 3 എണ്ണമാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. അത് കാരണം നല്ല സ്പെക്ക്, അതുപോലെ തന്നെ എനിക്ക് 1X ഇത് വേണം, നല്ലൊരു ഫോർക്ക് വേണം, റിയർ സസ്പെൻഷൻ വേണം, ഡ്രോപ്പർ പോസ്റ്റ് വേണം. ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു ഇത് വരണത്. 1 ലക്ഷം 1.5 ലക്ഷം ബഡ്ജറ്റാണ് എൻ്റെ വരണത്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യാൻ പോണത് പോളിഗണിൻ്റെ ബൈക്കാണ്. മാരിൻ്റെ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് പോളിഗണിൻ്റെ T7 നമ്മുടെ ശ്രീവാസ് അത് കൊടുക്കാൻ വിട്ടിട്ടുണ്ട്. അത് എത്ര രൂപയ്ക്കാണ്, എന്താണ് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ജസ്റ്റ് നേരിട്ടൊന്ന് കാണാം. കാരണം ബാംഗ്ലൂരൊക്കെ പോകണം, നല്ലൊരു വണ്ടിയും കാര്യങ്ങളും കൂടുതൽ നമുക്ക് ഓപ്ഷൻസ് കിട്ടണമെങ്കിൽ. കേരളത്തിലാണ് ഇവിടെയൊക്കെ ഫുൾ സസ്പെൻഷൻ സൈക്കിൾ ഉപയോഗിക്കുന്നത് വളരെ തുച്ഛമാണ്, വളരെ വിരളമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ശ്രീവാസിൻ്റെ വീട്ടിൽ പോവാണ്. പോളിഗണിൻ്റെ പുതിയ ബൈക്ക് അവൻ എടുത്തിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. സോ വെള്ളക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പുതിയ ബൈക്ക് നോക്കാൻ വേണ്ടി പോവാണ്. വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലുണ്ട്. സോ വെള്ളക്കെട്ടിൽ കൂടെ
ഒരു സ്ഥലത്ത് വെള്ളക്കെട്ട് നടക്കുമ്പോൾ ഞാനിവിടെ പുതിയ ബൈക്ക് ഹണ്ട് നടത്തുകയാണ് സുഹൃത്തുക്കളെ. എന്താ ചെയ്യുക, നമ്മളെ എഫക്റ്റ് ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് അതിൻ്റെ ഭീകരതയും അതിൻ്റെ ബുദ്ധിമുട്ടും അറിയില്ല. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും അറിയിക്കല കഥയുമേ, ഇങ്ങനെ ജീവിച്ച് പൊക്കോട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പോളിഗൺ ബൈക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ മഴയത്ത് പെരുമഴയിൽ പുതിയ ബൈക്ക് ഹണ്ട് ഗൈസ്. മിക്കതും നെക്സ്റ്റ് വീക്ക് തന്നെ വേണം കേട്ടോ. എനിക്ക് അധികം നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. സൈക്കിള് അന്വേഷണവും കാര്യങ്ങളും സൈക്കിൾ ഇത് ചെയ്യണത് വീട്ടിലറിയില്ല. ഇപ്പോഴും ഞാൻ സൈക്കിൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത്. ഡാഡിയും അമ്മയും അനിയനും ഉള്ള വ്ളോഗുകൾ മാത്രമേ ഇവരിവിടെ ടി വിയിലിട്ട് കാണാറുള്ളൂ, അല്ലെങ്കിൽ ഈ സാധനം നോക്കാറില്ല. അതുകൊണ്ട് പുതിയൊരു ബൈക്ക് പെട്ടെന്നൊരു എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും, എനിക്കറിയില്ല. സോ നമുക്ക് പോളിഗണിൻ്റെ ബൈക്ക് നോക്കാൻ പോകാം ഗൈസ്. ഈ വെള്ളക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ റോഡിലൊക്കെ നിറച്ച് വെള്ളം. നോക്കട്ടെ. ഒല്ലൂരാണ് ആ വണ്ടി ഇരിക്കണത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. നമ്മുടെ ഇത് ഒടിഞ്ഞു പോയതാട്ടോ. ഞാൻ ഒരു സ്ഥലത്ത് വെച്ചതാ, ആ സാധനം മണ്ണിലേക്ക് വീണിട്ട് ഒടിഞ്ഞു പോയിട്ടോ. സ്റ്റാൻഡ് പൂണ്ടുപോയി, അതാണ് ഉണ്ടായത്. എൻ്റെ മോനെ നല്ല മഴയായിട്ടോ. അയ്യോ ചേച്ചിയെ കെടുക്കല്ലേ. ഇത് സൂഫി മന്തി, ഇവിടെയാണ് ഒല്ലൂര് സെൻറ്ററിൽ നിന്നല്ല നമുക്ക് തിരിയണ്ട കേട്ടോ. നിനക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. നമുക്ക് എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്ന് തിരിയണ്ട, അവിടെയാണ് അവൻ്റെ വീട് വരുന്നത്. വണ്ടി അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. അവൻ 1 ലക്ഷം രൂപയ്ക്ക് എത്രയ്ക്കാണ് കൊടുക്കണേന്നാ പറഞ്ഞേട്ടാ. അറിയില്ല, നമുക്ക് അവിടെ പോയിട്ട് ചോദിച്ചു നോക്കി നോക്കാം. എൻ്റെ പൊന്നെ, കാലത്ത് തുടങ്ങിയ മഴയാ, ഇതുവരെ ഒരു അനക്കം സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇത് എസ്റ്റേറ്റ് വഴി എന്ന് പറയും. ഈ വഴിയിൽ പോയിട്ടാണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ. ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് ഈ കാണുന്നത്, ഈ സൈഡിലുള്ളത്. ഗേറ്റ് നമ്പർ 2. ഞാൻ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടേ ഫോൺ എടുത്തിട്ട് ലൊക്കേഷൻ നോക്കട്ടെ കേട്ടോ. ഇപ്പോഴൊക്കെയാണ് ഒരു കാർ ആവശ്യമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത് കേട്ടോ. അത് ഈ സമയത്ത് മാത്രമാണ് ആവശ്യം വരുള്ളൂ തോന്നുള്ളൂ. സോ ഇവിടെ എവിടെയാണ് വീട് വരുന്നത്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററൊക്കെ കാട്ടണം കേട്ടോ. 1.5 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് 1.5-2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എവിടെയാണ് കേട്ടോ ലൈവ് ലൊക്കേഷൻ തന്നിരിക്കുന്നത്. നോക്കട്ടെ, ഭയങ്കര മഴ. ഇവിടെയാണോ? നമ്മളെത്ര നാളെ കണ്ടിട്ട്? 1 വർഷമായോ? അതിൽ കൂടുതലുണ്ടോ? 1 വർഷത്തിന് മേലെയുണ്ട്. ഹായ്, ഇവിടെ ബീഗിളുണ്ടോ? എന്താ പേര്? ഏതാ? കുട്ടു. അത് കുഴപ്പമില്ല, മണതിൽ കിട്ടില്ല, വീഡിയോയിൽ കിട്ടില്ല. ഹായ് കുട്ടു, എത്ര വയസ്സാടാ? 2 വയസ്സാവണു. അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ അല്ലേ? മഴ ആയതുകൊണ്ട്. കുട്ടു ഹായ്. കുട്ടു വ്ളോഗിൽ ഹായ് പറയൂ. കുട്ടു ഹായ്. ക്ഷയിക്കേണ്ടി വരുമോ? നഖം വളർന്നുണ്ടോ? അയ്യോ, ശ്രദ്ധിക്കാൻ സമയമില്ല. ഞാൻ അവിടെ ഇല്ല, കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ എന്താ ചെയ്യണേ? ഞാൻ മോട്ടോക്രോസിന്റെ ട്രെയിനിങ് എടുക്കണ്ടോ? പൊളി. അതാണ് DP-ല് പ്രൊഫൈൽ പിക്ചർ. അത് ബ്രോ ആണോ? എപ്പോൾ +2 കഴിഞ്ഞു? +2 ഓൺലൈനായി ചെയ്യണം. ഓക്കെ. അതിൻ്റെ ഇടയിൽ മോട്ടോർ ക്രോസിൻ്റെ ചെയ്യണ്ടോ? അടിപൊളി. പറഞ്ഞതുപോലെ ചെക്കൻ മോട്ടോർ ക്രോസിൻ്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതെങ്ങനെ ലെവലൊക്കെ ഉണ്ടോ അതിന്? ഇപ്പൊ കോയമ്പത്തൂർ. അപ്പൊ കോയമ്പത്തൂർ പോവോ? ഓക്കെ. ബ്രോന് ബൈക്ക് ഉണ്ടോ? മോട്ടോർ ക്രോസിന്റെ ബൈക്ക് വാങ്ങിയോ? ഏതാ? കവാസക്കിയുടെ. അത് എത്ര CC അങ്ങനെ വരും? 250 CC. ഏജ് 18. അടിപൊളിയാ. ഫസ്റ്റ് ഇവന്റ് ഒക്കെ കഴിഞ്ഞിരുന്നോ? അതെ, അടിപൊളിയാ. ഞാൻ അങ്ങനെ ഇതുപോലെ ആരും മീറ്റ് ചെയ്തിട്ടില്ല മോട്ടോർ ക്രോസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാ വരണേ? പേര് എന്താ? സായി എന്ന് പറഞ്ഞിട്ടല്ലേ? ഓക്കെ. ഞാൻ ഹാരിറ്റ് നോവയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ആള് യൂട്യൂബിൽ ഇപ്പോൾ വ്ളോഗ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മോട്ടോർ ക്രോസിന്റെയും പ്ലസ് സൈക്ലിങ്ങിന്റെ എല്ലാം കൂടിയിട്ട്. അത് ഞാൻ കാണാറുണ്ട്. പക്ഷേ അഫൈൽ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ആഫ്റ്റർ മോർ ദാൻ എ ഇയർ അല്ലേ? 2023 കണ്ടേട്ടെ. ഏതൊരു മലയ്ക്ക് കയറി പോയിട്ട് അന്ന് നമ്മൾ വീട്ടിൽ എന്ത് പറഞ്ഞു തന്നിട്ട് വന്നിട്ട്
അല്ല വീട്ടില് കുഴപ്പമുണ്ടായില്ല. ഉണ്ടായിരുന്നില്ല. ഒരു മല കയറാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ, ചാലക്കുടി ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു മലയുടെ ഫുള്ള് കയറി പോയിട്ടുണ്ടായിരുന്നു. അത് ഈ ബൈക്കും കൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ, ഈ വണ്ടിയായിരുന്നു ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, ഇതാണ് കേട്ടോ പോളിഗൻ്റെ സിസ്ക്യൂ T7. T7 ആണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ 150 mm ട്രാവൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ത്രൂ ആക്സിലാണ് വരുന്നത്. ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്ക്, 29 വീൽ സൈസ്, ട്യൂബ്ലെസ് റെഡി വരുന്നുണ്ട്. VT-കോൻ്റെ ഇതാണ് ലോക്കും അൺലോക്കും. ഇത് എയർ അല്ലേ വരുന്നത് ബ്രോ? എയർ സസ്പെൻഷനാണ് വരുന്നത് കേട്ടോ. ഏതിൽ എയർ കുറവുണ്ടെന്ന് പറഞ്ഞാൽ? ഫ്രണ്ടിലാണോ എയർ കുറവുണ്ടെന്ന് പറഞ്ഞാൽ? തീരെയില്ലേ? ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ കാണുന്നതല്ലേ. ഓക്കെ അതിൻ്റെ പമ്പ് ഭയങ്കര പാടാണ്, അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അതിൻ്റെ പമ്പ്. അങ്ങനെ മെയിൻ്റെനൻസ് കുറേ പരിപാടികളുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഇതിനല്ല ഇങ്ങനത്തെ സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ വരണത് റിയർ റോക്ക് ഷോക്കിൻ്റെ ഡീലക്സ് പ്ലസ് ആണ് ഇതിൽ വരണത്. അതുപോലെ തന്നെ ഫ്രെയിം എലോയ് ഫ്രെയിമാണ് വരണത്. ഇത് ലാർജ് ഫ്രെയിമാണ് വരണത്. ട്രാൻസെക്സിൻ്റെ ഡ്രോപ്പ് പോസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ ബ്രോ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? വേറെ ഇതിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഫുള്ള് 1X ഗ്രൂപ്പ് സെറ്റ് വരുന്നത് ഡിയോർ ക്ലച്ചുള്ള മോഡലാണ് വരണത്. ഈ സൈക്കിളും കൊണ്ട് 2023 നമ്മൾ ഒരു ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് എലോയ് ഇത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് പോളിഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു നീരസമുണ്ട്. ബട്ട് സ്റ്റിൽ എഫോർഡബിൾ ആണ്. നല്ലൊരു ഫുൾ സസ്പെൻഷൻ, നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു മനോഭാവമാണ്. പക്ഷേ ഞാൻ മിക്കതും ചിലപ്പോൾ പോകാനുള്ള പ്ലാൻ ഉണ്ട് ഇതിൽ. ഞാൻ നോക്കണത് D6, D7, T7 ആ 3 വേരിയൻറ്റ്. പിന്നെ മാറിൻ്റെ ഒരു ബൈക്കും നോക്കുന്നുണ്ട്. മാറിൻ്റെ റിഫ്റ്റ് സോണും നോക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്പെക്ക് കണ്ട കാരണം ഈ ഒരു ബൈക്ക് കൂടി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. 27-ൽ 29-ൽ 2.6 വരുന്നുണ്ടല്ലോ. ഇത് 29-ൽ 2.6 വരുന്നുണ്ട്. ട്യൂബ്ലെസ് റെഡിയാണ് ഇത് വരുന്നത്. ഏതാ ട്യൂബ് ഉണ്ട്. അല്ല, ട്യൂബ്ലെസ് റെഡിയാണ്. ട്യൂബ്ലെസ് ആക്കാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഒരു ക്ലോസർ ലുക്ക് ഞാൻ കാട്ടി തരാം കേട്ടോ. ഈ സൈക്കിൾ ഇപ്പോൾ ആൾ സെല് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. 1 ലക്ഷം രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി ഇതുണ്ട്. നെഗോഷ്യബിൾ ആണ്. 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഫോൺ നമ്പർ ഞാൻ കൊടുക്കണോ അതിൽ? ഫോൺ നമ്പർ കൊടുക്കാം അല്ലേ? ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കേട്ടോ. 1 ലക്ഷം രൂപയ്ക്ക് ഈ സാധനം നെഗോഷ്യബിൾ ആണ്. ഈ സ്പെക്ക് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് എഡീഷനാണ്. 2023 കഴിഞ്ഞിട്ട് പുതിയ ബൈക്ക് മോഡൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരെണ്ണം കൂടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ബട്ട് സ്റ്റിൽ 1 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് പ്രൈസ്. അതിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത്. ഫുൾ സസ് ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എടുത്ത് പറയണം. മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഞാനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും യൂസ് ഉണ്ടാവും കേട്ടോ. എന്തായാലും യൂസ് ഉറപ്പാണ്. നമ്മുടെ അർബൻ ഫ്രീ റൈഡും അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് കുട്ടിക്കാനൊക്കെ ഓഫ് റോഡ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് എന്തായാലും ഇതുണ്ടാവും. പക്ഷെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടുള്ള ക്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കണം. കാരണം ഈ സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ റോട്ടിൽ കൂടെ നമ്മുടെ റോഡ് ബൈക്കും MTB ഒക്കെ ഓടിക്കുന്ന പോലെ ഓടിച്ച് സുഖമായിട്ട് പോകാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ കുറേ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ അതുകൊണ്ടാണ് സ്റ്റിൽ 4 വർഷമായിട്ടും നമ്മുടെ MTB ഹാർഡ് ടെയിൽ മാറ്റിയിട്ട് മാരിൻ മാറ്റിയിട്ട് എടുക്കാണ്ടിരുന്നത്. ഇപ്പോഴാണ് 4 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോഴും ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടാണ് ബൈക്ക് കൊടുത്ത് പുതിയതിലേക്ക് മാറാമെന്നുള്ളത്. അപ്പോൾ ഡ്രോപ്പ് പോസ്റ്റ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. നല്ല മഴയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് റൈഡ് ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ ഫോർക്ക് കാര്യങ്ങൾ ഇതാണ് സംഭവം വരുന്നത്. സോ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹോളോടെക്കാണ് ബോട്ടം ബ്രാക്കറ്റ്. സായിപ്പന്മാർ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റിയിട്ട് ടൂളും കാര്യങ്ങളൊക്കെ വയ്ക്കും കേട്ടോ. സോ ഇതൊക്കെ ഇതിൽ വരണല്ലോ അല്ലേ ബ്രോ? എല്ലാം വരണതല്ലേ സ്റ്റോക്ക്? ഇതിൽ വേറെ ഒന്നും മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ലല്ലോ? മെറിയുടെ സ്റ്റെം ഇട്ടിട്ടുണ്ടല്ലോ, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. സോ ഇതാണ് ആളുടെ ബൈക്ക് വരുന്നത്. സോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വേറെ കുറച്ച് കാര്യങ്ങളും സംസാരിക്കട്ടെ. ഇതായിരുന്നു എനിക്ക് നോക്കേണ്ടതുള്ളത് കേട്ടോ, ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഗൈസ്. ആ ലാർജ് ഫ്രെയിമാണ്, നല്ലൊരു ഡീലിൽ അത് കിട്ടും കേട്ടോ. കാരണം 1 ലക്ഷം രൂപയ്ക്ക് നെഗോഷ്യബിൾ ആണെന്നാണ് പറഞ്ഞത്. സോ
എന്തായാലും പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഡീൽ ഉറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ബൈക്ക് മീഡിയം സൈസിൽ D7 T7 ഒരു നല്ലൊരു ഡീലിൽ കിട്ടുമെന്ന് നോക്കി നോക്കാം കേട്ടോ. സ്റ്റേ ട്യൂൺ ഗൈസ്. ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആയിരിക്കും ഗൈസ് ഇത്. നാളെ ഇന്ന് വെള്ളിയാഴ്ച ആണ് ദിവസം വരുന്നത്. നാളെ തിങ്കളാഴ്ച മുതൽ, ഇന്ന് വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ചെറിയൊരു വ്ളോഗാണ്. നാളെ നമ്മൾ നാളെയും കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ പുതിയ ബൈക്ക് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ ഞാൻ കൺഫേം ചെയ്യും. ഇന്ന് പോയി എടുക്കും. ഇന്നോ നാളേക്ക് ആയിട്ട് ഞാൻ കൺഫേം ചെയ്ത് സാധനം പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. സോ മിക്കതും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമ്മുടെ ബൈക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് സുഹൃത്തുക്കളെ. ഇനി വലിച്ച് നീട്ടിപ്പിക്കുന്നില്ല. ഏകദേശം ഒരു കൺഫേമായി. വീഡിയോ എടുക്കാതെയും എടുത്തും കുറേ കാര്യങ്ങൾ ഞാൻ പോയി അന്വേഷിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അതും നമ്മൾ പരിഗണിക്കുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം ഗൈസ്. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഫ്രണ്ടേൽ പുതിയൊരു ബൈക്കുമായിട്ട് കേട്ടോ. സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.